സ്ക്രിപ്റ്റിംഗ് ഒക്കെ എല്ലാം കൊള്ളാം. ഒരു സാധാരണ രീതിയിലുള്ള ഒരു സ്ക്രിപ്റ്റിംഗ് ആണ്. അതായത് എനിക്കിതിൽ പറയാനുള്ളതെന്ന് പറയുന്നത്, ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് സിനിമാ നടൻ ഹരിശ്രീ അശോകന്റെ മകനാണ്. അപ്പോൾ ഇവ മിക്ക സിനിമകളും ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരുപാട് സുരേഷ് ഗോപിയുടെ മകൻ, ഇങ്ങനെ ഒരുപാട് ഈ മലയാളം നമ്മൾ എവിടെ വന്നു കഴിഞ്ഞാലും, ആ സിനിമ വന്നു കഴിഞ്ഞാലും സിനിമാ നടന്മാരുടെ മക്കൾക്ക് മാത്രമേ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളൂ. ഈ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയിട്ടുള്ളതാണ്. ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഞാൻ പോയിട്ടുണ്ട്. ഞാൻ പൃഥ്വിരാജുമായിട്ട് എനിക്ക് വലിയ ഗംഭീരമായിട്ട് പറയേണ്ട കാര്യം, ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ക്ലോസ് ഷോട്ട് വരെ എനിക്കുണ്ട്. പക്ഷേ ഞാൻ സ്ക്രീനിൽ വന്നപ്പോൾ ഞാൻ പൃഥ്വിരാജിന്റെ ബാക്കിൽ നിൽക്കുന്ന ഒരു ബ്ലറായിട്ട് നിൽക്കുന്നു. നമ്മളെ സെറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊരു ആഹാരം നിൽക്കണമെങ്കിൽ നമ്മളെ മറ്റേ ആശുപത്രിയിൽ നമ്മൾ മരുന്ന് വാങ്ങാൻ വേണ്ടി ക്യൂ നിൽക്കൂലേ, അതേപോലെ നമ്മൾ നിൽക്കേണ്ട ഗതികേടാണ് ആഹാരം. നമുക്കത് ജൂനിയർ ആർട്ടിസ്റ്റ് എന്നൊന്നും ഒരു പുല്ല് വിലയില്ല. അല്ലെങ്കിൽ ഈ സിനിമാക്കാരെ മനസ്സിലാക്കണം, ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ ഈ സിനിമ വിജയിക്കുള്ളൂ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കും. ഒരു ക്രൗഡ് ആണെങ്കിലും നമ്മളെ പോലുള്ള പാവപ്പെട്ടവർ പോയി വെയിലത്ത് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സിനിമ വിജയിക്കുള്ളൂ. ബാക്കിയുള്ളവന്മാർ സിനിമാ നടന്മാരുടെ മക്കളാക്കും സിനിമാ നടന്മാരും എല്ലാവരും കൂടെ എവിടെ പോയിരിക്കും, അവരൊക്കെ കാരവണിലിരിക്കും. സമയം പോരാ. അറ്റ്ലീസ്റ്റ് നമുക്ക് അവരോട് സംസാരിക്കാനോ ഒരു ഫോട്ടോ എടുക്കാനോ പറ്റില്ലല്ലോ. ഇത് ശരിക്കും എന്നെപ്പോലെ സാധാരണക്കാരനായിട്ടുള്ള എന്നെപ്പോലുള്ള തൊഴിലാളികൾ, ജൂനിയർ ആർട്ടിസ്റ്റ് പോകുന്ന ഓരോ തൊഴിലാളികളുടെയും സ്റ്റോറിയാണ് ഈ സിനിമ എടുത്ത് വെച്ചിരിക്കുന്നത്. അത് ചെയ്തിരിക്കുന്ന വ്യത്യാസം എന്ന് പറയുന്നത്, അതിൽ ഈ സിനിമ നടൻ ഹരിശ്രീ അശോകന്റെ മകനാണ് അർജുന അശോകനാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. പക്ഷെ അർജുന അശോകൻ ഈ ക്യാരക്ടർ, ഈ തലവര എന്നൊരു സിനിമ ചെയ്തതിൽ ഈ അർജുന അശോകന്റെ ക്യാരക്ടർ എന്നെപ്പോലെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകുന്ന ഒരു പാവപ്പെട്ട ഏതെങ്കിലും ഒരു പയ്യന് ആ ഒരു ക്യാരക്ടർ കൊടുത്തിരുന്നെങ്കിൽ ഈ സമൂഹത്തിൽ ആ ഡയറക്ടറിനും പ്രൊഡ്യൂസറിനും എല്ലാവർക്കും ഒരു വൻ പ്രചോദനമായിരുന്നു. ഞാനും ഒരുപാട് കൈയടിച്ച് ഈ പടം വൻ വിജയമായി തീരുമായിരുന്നു. കാര്യം ഒരു പാവപ്പെട്ട, ഞങ്ങളെപ്പോലെ പാവപ്പെട്ട ജൂനിയർ ആർട്ടിസ്റ്റുമാരുടെ സ്റ്റോറിയാണ് ഈ പടത്തിൽ ചെയ്തിരിക്കുന്നത്. അഭിനയം എല്ലാവരും കൊള്ളാം. അത് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോകുന്നവർ എത്ര പേര് റീൽ ചെയ്തിടുന്നു, അവർക്കും ആക്ടിങ് അറിയാലോ. അവർ ചെയ്തവനും ആക്ടിങ് തന്നെയാണ്. അത് ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അവരും ഇത് കണക്ക് പോയി അവരും കണ്ണ് നേറി. എൻ്റെ കൂടെ സിനിമ കാണാൻ വരുന്ന ഒരു പയ്യനുണ്ട്. ആ പയ്യന്റെ പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല. അവനും ഒരുപാട് ഓഡീഷനിൽ പോയി അവസാനം അവനും ചാൻസ് കിട്ടാതെ അവനും കരഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. അവന്റെ അച്ഛനോ അവനും ഒക്കെ സിനിമാ നടന്മാരെ ഒരുപാട് ആർട്ടിസ്റ്റുകളെ അറിയാമെന്നുള്ള ഒരു വ്യക്തി തന്നെയാണ്. മനസ്സിലായില്ലേ? എന്നാലും അവർക്ക് ചാൻസ് കൊടുക്കൂല. അവർക്ക് ചാൻസ്, അവർ വളർന്നു പോകുമ്പോൾ അവരാ കുടുംബത്തിലുള്ളവരെ അവർ വളർത്തിയെടുക്കാൻ ശ്രമിക്കുകയുള്ളൂ. മറ്റുള്ളവരെ അവർ വളർത്തിയെടുക്കാൻ ഒരിക്കലും ശ്രമിക്കൂല. സിനിമാ നടന്മാരെ മക്കൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രചോദനം. അല്ലാതെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോകുന്നതും ഈ സിനിമയിൽ അഭിനയിക്കാനായിട്ട് പോകുന്നവർക്ക് ആർക്കും ഇതുമില്ല, ഒരു ഇതുമില്ല. അത് എന്നെപ്പോലെ ഒരു പാവപ്പെട്ടവന് കൊടുത്തിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എനിക്ക് പറയാം. നല്ലൊരു മെസ്സേജാണ്. ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകത ഉള്ളത്, സിനിമാ മോഹമായി നടക്കുന്ന ചെറുപ്പക്കാരുടെ കഥയാണ് ഈ സിനിമയിൽ പ്രധാനമായി എടുത്ത് കാണിക്കുന്നത്. സിനിമാ മോഹമായി വരുന്ന ചെറുപ്പക്കാർക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റാതെ വരുമ്പോൾ ചിലവർ അസോസിയേറ്റുമാരായിട്ടും, ചിലവർ കൺട്രോളർമാരായും, ചിലവർ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിട്ടും അസോസിയേറ്റുമാരായിട്ടും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരോടെല്ലാം ഈ സിനിമ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ സിനിമ നമ്മൾ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ എപ്പോഴായാലും നമ്മൾ അതിലേക്ക് എത്തിച്ചേരും. അതിനുവേണ്ടി നമ്മൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. സിനിമാ നടനാകണമെന്ന് പറഞ്ഞ് വരുന്നവർക്ക് വളരെ സിനിമാ നടനായില്ലെങ്കിൽ പോലും അവരുടെ ലക്ഷ്യത്തിൽ സിനിമ ഉണ്ടെങ്കിൽ സിനിമ അവരെ സ്വീകരിക്കുമെന്നാണ് ഈ സിനിമ കാണിക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ ഇതിനകത്തൊരു നായിക വന്നിട്ടുണ്ട്, ശാന്തി ശർമ്മ എന്നാണ് ആ കുട്ടിയുടെ പേരെന്ന് തോന്നുന്നു, എഴുതി കാണിക്കുമ്പോൾ കണ്ടു. ആ കുട്ടി മലയാള സിനിമയിൽ പുതിയ നായികമാരുടെ കൂട്ടത്തിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ എല്ലാ ആർട്ടിസ്റ്റുകളും നന്നായിട്ട് മനോഹരമായി അഭിനയിച്ചിട്ടുണ്ട്. ഫാമിലി ആയിട്ട് വന്നിരുന്ന് കാണാൻ കൊള്ളാവുന്ന ഒരു നല്ല സിനിമ. ഈ സിനിമ നന്നായി വിജയിക്കും എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. അർജുന അശോകനും ആ നായികയും രണ്ടുപേരും മികച്ചിരിക്കുന്നു. രണ്ടുപേരും സിനിമയിൽ തുടർന്നും അവസരങ്ങൾ കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതായത് ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ ലൈഫിൽ ഉണ്ടാകുന്ന സ്ട്രഗിളും കാര്യങ്ങളൊക്കെയാണ് പടത്തിൽ പറയുന്നത്. സെന്റിമെന്റ്സ് ആയിട്ട് മനസ്സിനെ ടച്ച് ചെയ്യുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. നല്ലൊരു പടമായിട്ട് ഫീൽ ചെയ്തു. പിന്നെ ഈ സ്ട്രഗിളൊക്കെ എടുത്തു പോകുന്ന ഒരാൾ, അയാളുടെ തലവര മാറുമോ ഇല്ലയോ എന്നുള്ള സംഭവങ്ങളാണ് പടത്തിൽ പറയുന്നത്. ടൈറ്റിൽ പോലെ തന്നെ ഒരാളുടെ അയാളുടെ തലവര എന്താകും എന്നുള്ള സംഭവമാണ് പറയുന്നത്. ഓവറോൾ കൊള്ളാം. പിന്നെ പെർഫോമൻസ് എല്ലാവരും കൊള്ളാം. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സിനിമയായിട്ട് തോന്നി. കൊള്ളാം. ശരിക്കും പുതിയൊരു കണ്ടന്റ് പോലെയാണ് മലയാള സിനിമയല്ലേ? മലയാള സിനിമയ്ക്ക് ഒരു പുതിയ കണ്ടന്റ് ആണ്. ഇതൊരു കണ്ടന്റ്, വ്യത്യസ്തമായ ഒരു കണ്ടന്റ് ആണ്. അതെ. അർജുന അശോകന്റെ തലവര പുള്ളി ആൾറെഡി അത്യാവശ്യം സുമതി വളവെല്ലാം കഴിഞ്ഞ് അത്യാവശ്യം ഹൈപ്പിൽ നിൽക്കുകയാണല്ലോ. ഓടാൻ സാധ്യതയുള്ള പടമാണ്. ഓടുമായിരിക്കും എന്ന് തോന്നുന്നു. എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു ഒരു യൂത്തിനെക്കാളും ഇത് ഫാമിലി ആയിട്ട് കാണുന്ന കൂടുതൽ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. കാരണം യൂത്തിന് എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് അറിയില്ല. മൊത്തത്തിൽ ഫാമിലി ആയിട്ട് കുടുംബമായിട്ടൊക്കെ വന്ന് കാണാൻ പറ്റിയൊരു സിനിമയാണ്. കൊള്ളാം.